നമസ്കാരം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരൊക്കെ ഈ ജൂലൈ മാസത്തിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് മനസ്സമാധാനത്തോടുകൂടി അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരും എങ്കിൽ മാസത്തിൻ്റെ പകുതി വരെ മാത്രമേ അത് അനുഭവത്തിലും അനുയോജ്യവും ആയിത്തീരുകയുള്ളൂ. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. വ്യവസായം നവീകരിക്കുന്നത് ഗുണകരമായി തീരും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് മക്കളെ പ്രവേശിപ്പിക്കുവാൻ സാധിക്കും. ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണത കൈവരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ഗവൺമെൻറ് പ്രതിനിധിയായി പ്രവർത്തിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പരിശ്രമങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ ഫലമുണ്ടാകും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. എന്നാൽ മാസത്തിൻ്റെ പകുതി മുതൽ മാസത്തിൻ്റെ ഒടുവിൽ മുതൽ ഏതൊരു കാര്യങ്ങൾക്കും പല പ്രകാരത്തിലും നിസ്സാരം എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ പോലും തടസ്സങ്ങൾ അനുഭവപ്പെടും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അശുഭകരമായിട്ടുള്ള പല വിധത്തിലുള്ള അനിഷ്ടങ്ങൾ വന്നു ചേരുന്നതിനാൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരസഹായം തേടേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. അസുഖങ്ങളാൽ അവധി വേണ്ടിവരും. ഒരു പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് യോഗമുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ആരോഗ്യ സംരക്ഷണ ശാസ്ത്രമായ പ്രാണായാമം, യോഗാഭ്യാസം, പ്രകൃതി ചികിത്സ എന്നിവ അവലംബിക്കുവാനിടയുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണത കുറയും. പരീക്ഷണ നിരീക്ഷണങ്ങളിലും ശസ്ത്രക്രിയയൊക്കെ പരീക്ഷണ നിരീക്ഷണങ്ങളാവുന്നതും ഈ മാസത്തിൻ്റെ പകുതി മുതൽ പകുതിക്കുള്ളിൽ തന്നെ ആവുകയായിരിക്കും, അവലംബിക്കുകയായിരിക്കും നന്നാവുക. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ മാസത്തിൻ്റെ പകുതിയിലും മുതൽ ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുവാനിടയുണ്ട്. പുണ്യതീർത്ഥയാത്രകളിൽ നിന്നും അബദ്ധങ്ങളെ അതിജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പണം കടം കൊടുക്കുന്നതാവുന്നതും ഒഴിവാക്കേണ്ടതുമാണ്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ വ്യതിചലനം വന്നു ചേരുന്നത് വഴി മനോവിഷമം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും സാധ്യത കാണുന്നുണ്ട്. നിശ്ചയിച്ച പാഠ്യപദ്ധതിയിൽ നിന്നും പിന്മാറി മറ്റൊരു പാഠ്യപദ്ധതിയിലേക്ക് ചേരുവാനുള്ള സാഹചര്യവും ഈ മാസത്തിൽ ഉണ്ടായിത്തീരും. പൂരാടം നക്ഷത്രക്കാരുടെ ഈ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.